സോ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ഇനി നമ്മളൊരാളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ബേസിക് മാനേഴ്സ് എന്തുവാ തിരിച്ചും ചോദിക്കേണ്ട അവരുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതാണ് ഇത്. Über sich und anderen sprechen. Über us and to speak about others. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യണത് നമുക്ക് 2 ഫോം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ wo wohnen sie, wo wohnst du. അപ്പോൾ എപ്പോഴും ഓർക്കുക, ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രൈവറ്റ് പീപ്പിളാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിങ്ങനെ ഈ നമ്മൾ ഒരു പുതിയ ആളെ കാണുമ്പോൾ പോയി ഫ്രണ്ട്ലി ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും പൊളൈറ്റും മാനേഴ്സ്ഫുള്ളായിട്ട് സംസാരിക്കണം. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റോടെ സംസാരിക്കണം. അതിനാണ് നമ്മൾ ഈ സി ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട്സാണ്, കൊളീഗ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഡു ഫോർമാറ്റിൽ സംസാരിക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ വോൺ ആൻഡ് സി എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ടീച്ചറോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കാണുമ്പോൾ ബോസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകണു, നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ വോൺ ആൻഡ് സി എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് കാണുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുങ്ങളാണെങ്കിൽ വോൺസ് ടു വോൺസ് ടു എന്ന് ചോദിക്കുമ്പോൾ സ്നേഹത്തോടെ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനാണ് ഡു ഫോർമാറ്റ്. അത് നമ്മൾ എപ്പോഴും ചോദിക്കണം. ഞാൻ സി ആയിട്ട് സംസാരിക്കണം, ഡു ആയിട്ട് സംസാരിക്കണം, എപ്പോഴും ചോദിക്കണം. ഇനി സെക്കൻഡോ, അപ്പോൾ ഇതിൽ റിപ്ലൈ എന്ത് പറയും? ഇഷ് വോണ് ഇൻ ഫ്രാങ്ക്ഫുർട്ട് അല്ലെങ്കിൽ ഇഷ് വോണ് ഇൻ എറണാകുളം. ഓക്കെ, ഇനി സെക്കൻഡോ വോഹെർ കോമൻ സി, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത് നിങ്ങൾ എപ്പോഴും കേൾക്കുമായിരിക്കും എവിടെ ചെന്നാലും. ഇപ്പോൾ ഞാൻ പേരൊക്കെ പറഞ്ഞു ഇത് വരുമ്പോൾ നെക്സ്റ്റ് അത് വോഹർ കോമൻ സി, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ എന്താ പറയും? ഇഷ് കോമൗസ് ഇന്ത്യൻ. അപ്പോൾ ഓ ഇന്ത്യൻ അക്സോ എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞാൽ വോഹർ കോമൻ സി എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം ഫോർമൽ വോഹർ കോംസ് ടു എന്ന് ചോദിക്കുമ്പോൾ എന്താവും? അത് ഇൻഫോർമലാവും. ഇനി നെക്സ്റ്റ് വെൽഷെ സ്പ്രാഹ സ്പ്രഷൻ സി, ഏതൊക്കെ ലാംഗ്വേജ് നിങ്ങൾ സംസാരിക്കും? വെൽഷെ സ്പ്രാഹ സ്പ്രഷൻ സി. ഇനി ഇൻഫോർമൽ ആണെങ്കിലോ വെൽഷെ സ്പ്രാഹ സ്പ്രിക്സ് ദു, ഏതൊക്കെ ലാംഗ്വേജ് നിങ്ങൾ സംസാരിക്കും? അപ്പോൾ എന്താണ് വിളിച്ചത്? ഇഷ് സ്പ്രഷ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെയൊക്കെ പറയാം. ആൻഡ് ഏറ്റവും സ്റ്റോയിഷ് കുറച്ച് ജർമ്മനും. ഇനി നെക്സ്റ്റ് വരുമ്പോൾ വി എസ്റ്റ് ഇയർ ടൈന് ടെലിഫോൺ നുമ്മ അല്ലെങ്കിൽ ഹാൻഡി നുമ്മ. അപ്പോൾ വാട്ട് ഈസ് യോർ, അപ്പോൾ ഇയറേന്ന് വരുമ്പോൾ അത് ഫോർമലായി. അല്ലെങ്കിൽ ഡി എന്ന് വരുമ്പോൾ എന്താ, അല്ലെങ്കിൽ ഡൈനേന്ന് വരുമ്പോൾ എന്തായിരിക്കും? യോർ. അപ്പോൾ ഇതിൽ ചെറിയ മിസ്റ്റേക്ക് അല്ല, ഡി ഡൈനെ. അപ്പോൾ വി എസ്റ്റ് ഡൈനെ ടെലിഫോൺ നമ്പർ, നിങ്ങളുടെ ടെലിഫോൺ നമ്പർ എന്തുവാ? ഹാൻഡ് യുവർ ഫോൺ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ എന്തുവാ അതൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇയറെ ഡൈനെ അത് നോക്കി ചോദിക്കുക. ഇനി അതുപോലെ തന്നെ വി എസ്റ്റ് ഇയർ ടൈന് ഇമെയിൽ അഡ്രസ്സ്. വാട്ട് ഈസ് യുവർ ഇമെയിൽ അഡ്രസ്സ്? പക്ഷെ ഇതിലൊരു തമാശക്കാരൻ എന്നറിയും. നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ എന്താ ചോദിക്കണത്? വാട്ട് ഈസ് യുവർ നമ്പർ അല്ലേ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഇമെയിൽ അഡ്രസ്സ്. ജർമ്മൻസ് അങ്ങനെയല്ല. ജർമ്മൻസ് ചോദിക്കണം ഹൗ ഈസ് യുവർ ടെലിഫോൺ നമ്പർ, ഹൗ ഈസ് യുവർ ഫോൺ നമ്പർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നമ്മൾ കുറേയൊക്കെ നമുക്ക് ഇംഗ്ലീഷിന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളെപ്പോഴും അത് ചെയ്യരുത്. ബിക്കോസ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല ജർമ്മൻ ട്രാൻസ്ലേഷൻ. അതിൽ നോർത്തും സൗത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഒരു എക്സാമ്പിൾ, ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ജർമ്മൻ ചെയ്യും വസ് ഇസ്റ്റ് ഇയർ ഡൈ നാമം. അങ്ങനെ നമ്മൾ ഒരിക്കലും ചോദിക്കത്തില്ല. അവരെപ്പോഴും ചോദിക്കുന്നത് എന്തുവാ? ഹൗ ഈസ് യുവർ നെയിം. ഇപ്പോൾ കാണുമ്പോൾ വി ഹൈസൻ സി, നിങ്ങളുടെ പേരെങ്ങനെയാണ്. പക്ഷെ മലയാളത്തിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേരെങ്ങനെയാണ് കേൾക്കുമ്പോൾ രസമുണ്ട്. ഇംഗ്ലീഷിൽ ഹൗ ഈസ് യുവർ നെയിമോ, അതെന്താ ചോദ്യമാണ്, അങ്ങനെ വരത്തില്ല. അപ്പോൾ മലയാളം പിന്നെ കുറച്ചുകൂടി ഹിന്ദിയിലേക്കും കുറച്ച് ഇതുണ്ട് കേട്ടോ. ആപ്കാ നാം ക്യാ, ആപ്കാ നാം കേസാ ഹേ,
ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഹൗ വി വെച്ചിട്ടാണ് എപ്പോഴും ചോദിക്കുന്നത്. വി ഹൈസൻസ്കി അല്ലെങ്കിൽ വി ഹൈസ്റ്റ് ടു. ഈ ലാസ്റ്റ് എന്താ? ഇനി അതൊന്നും പഠിച്ചില്ലെങ്കിൽ ഹൗ ഈസ് യുവർ നെയിം? വി ഇസ് ഇയർ അല്ലെങ്കിൽ ഡൈ നാമോ. ഓക്കെ. സോ അക്കോർഡിംഗ്ലി നമ്മൾ നമ്മുടെ സിറ്റുവേഷനും എല്ലാം വെച്ചിട്ട് ഇയറേ ഡൈൻ അല്ലെങ്കിൽ സി ഡു ഒക്കെ വെച്ചിട്ട് മാറ്റി സംസാരിക്കാൻ നോക്കുക. ചോദ്യങ്ങൾ ചോദിക്കാൻ നോക്കുക. സോ ഗൈസ്, ഇതാണ് പാർട്ട് 2-ലെ A1 ഡേ 1-ൻ്റെ എന്താ പറയുക ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ വരുന്നത് പാർട്ട് 3-ലേക്കാണ്. പാർട്ട് 3 കുറച്ചും കൂടെ സെൻറ്റൻസും പിന്നെ ഗ്രീറ്റിങ്സൊക്കെ ആയിരിക്കും. സോ ഇത്രയും ഇത് കണ്ടതിന് താങ്ക് യു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്സ്. പറ്റുവാണെങ്കിൽ മെസ്സേജ് അയക്കാം, സമയമാണെങ്കിൽ മെസ്സേജ് അയക്കാം. എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ മനുഷ്യനാണ്, മിസ്റ്റേക്സും ചെയ്യാം. സോ മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അത് ഞാൻ നെക്സ്റ്റ് ടൈം അത് മാറ്റാൻ നോക്കാം, ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം.